MIUI 13 MIUI 13 അതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ 12 വെർഷനും എനിക്ക് ലേറ്റസ്റ്റ് പോക്കോ X3 വന്ന അപ്ഡേറ്റ് ആട്ടോ ഞാനിപ്പോൾ ഈ പറഞ്ഞത്. സോ MIUI 13 അതേപോലെ തന്നെ ആൻഡ്രോയിഡ് 12 അപ്ഡേറ്റ് എനിക്ക് വന്നു. സോ ഞാനത് ചെയ്തു കേട്ടോ. ഒരുപാട് ടൈമിൽ MI ഫോൺ അല്ലെങ്കിൽ പോക്കോ ഫോൺ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം ചെക്ക് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഒരു മാസം വെയിറ്റ് ചെയ്തിട്ടാണ് അപ്ഡേറ്റ് ചെയ്തത് കേട്ടോ. സോ ആ ഒരു അപ്ഡേറ്റിൽ പുതിയ ഫീച്ചേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റം പെർഫോമൻസിലാണെങ്കിലും ഡിസൈനിലാണെങ്കിലും ഒരുപാട് UIൻ്റെ ഡിസൈൻ ആണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് MIUI 13 അതേപോലെ തന്നെ ആൻഡ്രോയിഡ് 12 അപ്ഡേറ്റിൽ വരുന്ന പുതിയ ഫീച്ചേഴ്സും പുതിയ പ്രോബ്ലംസും കേട്ടോ. പ്രോബ്ലംസും ഉണ്ട് കൂടെ തന്നെ. സോ എന്തായാലും ആ ഒരു രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് എങ്ങനെ പണം സമ്പാദിക്കാൻ ആശ്രയപ്പെടുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങളത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. സോ നിങ്ങൾക്ക് ഇതാ സ്മാഷ് ആപ്പിൽ നിന്ന് 1 ലക്ഷം രൂപ വരെ സമ്പാദിക്കാനുള്ള ഒരു മികച്ച അവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. 30 to 60 സെക്കൻഡ് ലോങ്ങുള്ള നിങ്ങളുടെ കഴിവ് കാണിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്യാം. അതിനുശേഷം ഒക്ടോബർ 2022 ഒക്ടോബർ 23 അല്ലെങ്കിൽ അതിനു മുമ്പോ സ്മാഷ് ആപ്പിൽ സ്മാഷ് ആപ്പ് ദിവാലി ബോണസ് എന്നൊരു #ടാഗ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇത്ര മാത്രം ചെയ്താൽ മതി. അതുകൂടാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യവാന്മാർക്ക് 5000, 3000, 2000 എന്നീ രൂപയിലുള്ള ക്യാഷ് ബാക്കും ലഭിക്കുന്നുണ്ട്. സോ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ തന്നെ സ്മാഷ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, മത്സരത്തിൽ പങ്കെടുക്കാം. അപ്പോൾ എന്തായാലും കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫീച്ചർ നമ്പർ 1 ആൻഡ്രോയിഡ് 12. മേജറായിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 12 അപ്ഗ്രേഡേഷനാണ്. സോ നമുക്ക് ഈ ഒരു അപ്ഡേറ്റിന് കൂടെ തന്നെ ആൻഡ്രോയിഡ് 12 നമ്മുടെ ഡിവൈസ് മാറുന്നുണ്ട്. സോ നിങ്ങൾക്ക് MIUI 13 ഒപ്പം തന്നെ ആൻഡ്രോയിഡ് 12 ഫീച്ചേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ആക്സസ് ചെയ്യാണ്ട് പറ്റും കേട്ടോ. സോ അടിപൊളി അപ്ഡേറ്റ് തന്നെയാണ് ഈ ആൻഡ്രോയിഡ് 12 അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഫീച്ചർ നമ്പർ 2 ഗ്രീൻ ഡോട്ട്. ഓക്കെ, ആൻഡ്രോയിഡ് 12 മേജറായിട്ടുള്ളൊരു അപ്ഗ്രേഡിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രീൻ ഡോട്ട് നമുക്ക് ഫോണിൽ കിട്ടുന്നത് കേട്ടോ. സോ ആൻഡ്രോയിഡ് 12 എല്ലാ ഡിവൈസുകളിലും നമുക്ക് ഇങ്ങനെ ഒരു ഗ്രീൻ ഡോട്ട്, അതായത് നമ്മുടെ ക്യാമറ അതല്ലെങ്കിൽ മൈക്രോഫോണൊക്കെ ആക്സസ് ചെയ്യുമ്പോൾ ഒരു ഗ്രീൻ ഡോട്ട് ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ക്യാമറയോ അതല്ലെങ്കിൽ മൈക്രോഫോൺ ആക്സസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ടോപ്പിലായിട്ട് ലെഫ്റ്റിൽ ഒരു ഗ്രീൻ ഡോട്ട് കാണാനായിട്ട് സാധിക്കും. സോ ഇത് വളരെ കൂളായിട്ടുള്ളൊരു ആൻഡ്രോയിഡ് 12 ഫീച്ചറാണ്. ഫീച്ചർ നമ്പർ 3 സൈഡ് ബാർ. ഓക്കെ, ഈ ഒരു MIUI 13 കുറച്ചും കൂടി മോഡിഫൈഡ് ആയിട്ട് വന്നൊരു അപ്ഡേറ്റ് ആണ് ഈ സൈഡ് ബാർ. സോ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് റൈറ്റിന്നോ ലെഫ്റ്റിന്നോ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ വളരെ ക്വിക്കായിട്ട് നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡ് ബാർ യൂസ് ചെയ്യാവുന്നതാണ്. സോ അത് റെഡിയാക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് ആക്സസ് ചെയ്യാനായിട്ട് നിങ്ങൾ സെറ്റിങ്സിൽ പോകാം. സ്പെഷ്യൽ ഫീച്ചേഴ്സിൽ ഫ്ലോട്ടിംഗ് വിൻഡോ എന്ന ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾക്ക് കാണാം ഒരു സൈഡ് ബാർ എന്ന ഓപ്ഷൻ. ജസ്റ്റ് അതൊന്നും എന്ത് ചെയ്യാം, ഓൾവേസ് ഷോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ സ്പെസിഫിക് ആപ്ലിക്കേഷൻസിൽ മാത്രം ഓണായി മതി എന്നെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. സോ ജസ്റ്റ് ഈ ഒരു സെറ്റിങ്സ് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ബാർ ആക്സസ് ചെയ്യാൻ പറ്റും. സോ വളരെ കൂളായിട്ടുള്ളൊരു ഫീച്ചർ ആട്ടോ. നമുക്ക് ഏത് ആപ്ലിക്കേഷനിലും ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഫീച്ചർ നമ്പർ 4 പോക്കോ UI 2.0. ഓക്കെ, ഈ ഒരു അപ്ഡേറ്റ് വന്ന ഉടനെ തന്നെ എനിക്ക് നമ്മുടെ സിസ്റ്റം ആപ്പിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് പോക്കോ UI അല്ലെങ്കിൽ പോക്കോ ലോഞ്ചറിൻ്റെ അപ്ഡേറ്റ്. പോക്കോ ലോഞ്ചർ എൻ്റെ 1 ആയിരുന്നു വെർഷൻ. ഇപ്പോൾ അതെന്ത് ചെയ്യും, വെർഷൻ 2 അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. സോ പ്രത്യേകിച്ചൊരു എടുത്ത് പറയുന്ന പോലത്തിലുള്ള ഒരു ഫീച്ചേഴ്സൊന്നും നമ്മൾ പോക്കോ ലോഞ്ചർ വെർഷൻ 2 വന്നിട്ടില്ല. എന്നാലും കുഴപ്പമില്ലാത്തൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്കത് തോന്നിട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ഫീച്ചേഴ്സൊക്കെ കുറച്ച് വിഡ്ജറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുണ്ട് ലോഞ്ചർ കേട്ടോ. ബഗ്ഗൊക്കെ കുറഞ്ഞിട്ടുണ്ട്. വേറൊരു എടുത്തു പറയുന്ന ഫീച്ചേഴ്സൊന്നും ഇല്ല. ഫീച്ചർ നമ്പർ 5 ന്യൂ ഗെയിം ടെർബോ. ഓക്കെ, ഗെയിം ടെർബോയിൽ നല്ല രീതിയിലുള്ളൊരു മാറ്റം അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സോ കൂളായിട്ടുള്ളൊരു ഗെയിം ടെർബോ ആണ്. ഓക്കെ, നിങ്ങൾ കണ്ടില്ലേ, ഒരു കിഡിലൻ ഇൻട്രോക്ക് വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് ഫോണിൻ്റെ മോഡലിലേക്ക് നമ്മുടെ ഗെയിമിംഗ് ടെർബോ അല്ലെങ്കിൽ ഗെയിം ടെർബോൻ്റെ UIയും അതേപോലെ തന്നെ ലോബിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് കാണാനൊക്കെ നല്ല രസമുള്ള ഒരു ഇൻ്റർഫേസാണ് ഇത്തവണ അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഗെയിം ടെർബോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റും അതേപോലെ തന്നെ ഒരുപാട് UI ഒക്കെ ഇതിൽ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ കളിക്കുമ്പോൾ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് അതുപോലത്തെ മറ്റു ഫീച്ചേഴ്സും ഒരുപാട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഗെയിം ടെർബോയിൽ. സോ ഇതൊരുപാട് എനിക്ക് വളരെ ഉപകാരപ്പെട്ടു കേട്ടോ. ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഗെയിം പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കുറച്ചൊരു പെർഫോമൻസ്, വലിയൊരു മാറ്റം ഞാൻ പറയുന്നില്ല, എന്നാലും കുറച്ച് രീതിയിൽ നിങ്ങൾക്ക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ബൂസ്റ്റ് മോഡൊക്കെ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഗെയിം ടെർബോയിൽ വന്നിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഗെയിം കളിക്കുമ്പോൾ യൂസ്ഫുൾ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഫീച്ചർ നമ്പർ 6 പ്രൊട്ടക്റ്റീവ് വാട്ടർമാർക്ക്. ഓക്കെ, ഈ ഒരു ഫീച്ചർ ആക്സസ് ചെയ്യേണ്ട നേരെ ഗാലറി പോവാം. ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏത് ഫോട്ടോ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം താഴെ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം പ്രൊട്ടക്റ്റീവ് വാട്ടർമാർക്ക് എന്നൊരു ഫീച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ജസ്റ്റ് അതിന്മേൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ വാട്ടർമാർക്കായിട്ട് കൊടുക്കേണ്ടി അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഡു നോട്ട് കോപ്പി തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ടിക്ക് കൊടുത്താൽ നമ്മുടെ ആ ഫോട്ടോയിൽ എന്ത് ചെയ്യണം, നമ്മൾ കോപ്പി റൈറ്റ് ഒക്കെ കൊടുക്കുന്ന പോലെ ആ ഫോട്ടോ എൻറ്റയർലി ഡു നോട്ട് കോപ്പി എന്നുള്ള ടെക്സ്റ്റ് വന്നിട്ടുണ്ടാവും കേട്ടോ. സോ 100% നമുക്കിത് സോഷ്യൽ മീഡിയാസിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം, നിങ്ങളുടെ പേരോ നിങ്ങളുടെ ക്രെഡിറ്റോ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം.
അങ്ങനെ ഓക്കെ കൊടുത്താൽ ആ ഒരു പിക്ചറിൽ നിങ്ങളുടെ പ്രൊട്ടക്റ്റീവ് വാട്ടർമാർക്ക് ആഡ് ആവുന്നതാണ്. ഒരു വെറൈറ്റി ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടോ. സാധാരണ നമ്മൾ ഗൂഗിളിലൊക്കെ കാണുന്ന ഫോട്ടോസിലൊക്കെ ഇങ്ങനെ വരാറുണ്ട്. സോ നിങ്ങൾക്കും നിങ്ങളുടെ ഫോട്ടോസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ക്രെഡിറ്റ് അല്ലെങ്കിൽ കോപ്പറേറ്റ് വാട്ടർമാർക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഫീച്ചർ നമ്പർ 7 റീഡിസൈൻഡ് കൺട്രോൾ സെൻറ്റർ. ഓക്കെ, നമ്മുടെ കൺട്രോൾ സെൻറ്റർ അതിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനലിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ പുതിയ അപ്ഡേറ്റിൽ നിങ്ങൾക്കത് ആക്സസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ നേരെ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ആൻഡ് കൺട്രോൾ സെൻറ്ററിൽ പോയിട്ട് നിങ്ങളത് ഓൾറെഡി പഴയതാണെങ്കിൽ, പഴയ MI ഫോണിലുള്ള നോട്ടിഫിക്കേഷൻ പാനലാണെങ്കിൽ ജസ്റ്റ് അത് ഇവിടെ നിന്ന് പോയിട്ട് മാറ്റാം കേട്ടോ. സോ ഈ ഒരു പഴയ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റിങ്സിൽ വന്നിട്ട് നേരെ പുതിയ നോട്ടിഫിക്കേഷൻ പാനൽ എന്ത് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ ഇത് അത്യാവശ്യം പുതിയൊരു മോഡലാട്ടോ. ഇതാണിപ്പോൾ കറൻ്റ്ലി MIUI 13 നോട്ടിഫിക്കേഷൻ പാനൽ അല്ലെങ്കിൽ കൺട്രോൾ സെൻറ്റർ എന്ന് പറയുന്നത്. സോ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഫീച്ചേഴ്സും അതേപോലെ തന്നെ നമ്മുടെ MIUI 12.5 ഒരു കൺട്രോൾ പാനലല്ല, ഒരു പെർഫോമൻസ് മോഡൊക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കൺട്രോൾ സെൻറ്ററിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സോ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഓക്കെ, കുറച്ചും കൂടി ഈസി ആക്കിയിട്ടുണ്ട് ഈ ഒരു കൺട്രോൾ സെൻറ്റർ. ഫീച്ചർ നമ്പർ 8 ന്യൂ വൺ ഹാൻഡ് മോഡ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് താഴ്ന്ന് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഇതേപോലെ വൺ ഹാൻഡ് മോഡ് പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ ഒരു ഫീച്ചർ. ജസ്റ്റ് നമ്മൾ നമ്മുടെ സെൻറ്ററിലുള്ള ഹോം ബട്ടണിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ നമ്മുടെ ഹോം മോഡ് എന്ത് ചെയ്യും, വൺ ഹാൻഡ് മോഡ് നമ്മൾ ആക്ടിവേറ്റ് ആയിട്ട് വരും. സോ ഇത് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ലൊരു കിടുക്കാച്ച് ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. സോ ഇത് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ വേണ്ടി സെറ്റിങ്സിൽ അഡീഷണൽ സെറ്റിങ്സിൽ പോകാം. അത് നമുക്ക് കാണാം, വൺ ഹാൻഡ് മോഡ് എന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, വൺ ഹാൻഡ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ, ആക്സസ് ചെയ്യാൻ, ഓൺ ആക്കി കൊടുക്കുക. സോ ഇത്ര മാത്രം ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ താഴെ കാണുന്ന ഹോം ബട്ടണിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കോ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറ്റും, ഈ വൺ ഹാൻഡ് മോഡ് ആക്സസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ഫീച്ചർ ആട്ടോ. ഫീച്ചർ നമ്പർ 9 ആക്സസിബിലിറ്റി മെനു ഷോർട്ട് കട്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് വിൻഡോയിൽ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ഫീച്ചേഴ്സ്, ഒരു ക്വിക്ക് ഫീച്ചേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നമുക്ക് സ്ക്രീൻ ലോക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ഫീച്ചറാണ്, പെട്ടെന്ന് സ്ക്രീൻ ഓഫ് ആക്കാം. അതുപോലെ തന്നെ ജസ്റ്റ് ടൈം ടാപ്പ് ചെയ്തിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഗൂഗിൾ അസിസ്റ്റൻ്റ് ആക്സസ് ചെയ്യാം, അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ പാനൽ ആക്സസ് ചെയ്യാൻ പറ്റും. സൗണ്ട് കുറയ്ക്കുക അല്ലെങ്കിൽ കൂട്ടുക, അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ചെയ്യാൻ പറ്റും. സെറ്റിങ്സ് ഓപ്പൺ ആക്കാം. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ വന്നിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു വെറൈറ്റി ഉള്ളൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. സോ പേഴ്സണലി ഈ ഒരു ഫീച്ചർ എനിക്ക് ഇഷ്ടമായിട്ടോ. ആക്സസിബിലിറ്റി ഷോർട്ട് കട്ടാണ്. അത് എനേബിൾ ആയിട്ട് ചെയ്യാനായിട്ട് സെറ്റിങ്സിൽ പോവാം, എന്നിട്ട് നേരെ ആക്സസിബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ നേരെ ഇവിടെ ഏറ്റവും താഴെ കാണാം ആക്സസിബിലിറ്റി മെനു എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. സോ അതിൽ ആക്സസിബിലിറ്റി മെനു ഷോർട്ട് കട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓൺ ആക്കിയിട്ട് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഷോർട്ട് കട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഒരു കൂളായിട്ടുള്ളൊരു ഫീച്ചറാണ്. എല്ലാവരും ഒന്ന് എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഫീച്ചർ നമ്പർ 10 ന്യൂ എമർജൻസി SOS. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് എമർജൻസിയുള്ള ടൈമിൽ നിങ്ങളുടെ ഫോണിൻ്റെ പവർ ബട്ടൺ ഇതേപോലെ 5 തവണ ക്വിക്ക് ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓൺ ആയിട്ട് വരും കേട്ടോ. സോ നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് നിങ്ങളുടെ ഫോണിൽ ആർക്കെങ്കിലും മെസ്സേജോ കോൾസോ കാര്യങ്ങൾ ലൊക്കേഷൻ ഷെയറിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ സെറ്റിങ്സിൽ നേരെ പോയിട്ട് സേഫ്റ്റി ആൻഡ് എമർജൻസി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം എമർജൻസി SOS എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്കിവിടെ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നേരെ അത് എനേബിൾ ചെയ്തിട്ട് അത്ര മാത്രം ചെയ്താൽ മതി. ഏറ്റവും താഴെ നിങ്ങൾക്ക് ഏത് ആക്ഷനാണ് വേണ്ടത്, അതായത് നിങ്ങൾ ഈ ഒരു 5 ബട്ടൺ ക്വിക്കായിട്ട് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൾ പോകണം അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യണോ, അങ്ങനെ ഏത് ആക്ഷനാണ് വേണ്ടി വെച്ചാൽ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ 100% കുറച്ചുകൂടി സേഫ്റ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ഫീച്ചർ തന്നെയാണ് കേട്ടോ. കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ഉള്ള ഒരു ഫീച്ചർ തന്നെയാണ്. ഫീച്ചർ നമ്പർ 11 പ്രൈവസി ഡാഷ്ബോർഡ്. ഓക്കെ, നിങ്ങൾ നേരെ സെറ്റിങ്സിൽ പോയിട്ട് പ്രൈവസി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് പ്രൈവസി ഡാഷ്ബോർഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും കേട്ടോ. സോ അതിൽ നിങ്ങളുടെ ക്യാമറ അല്ലെങ്കിൽ നിങ്ങളുടെ മൈക്രോഫോൺ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആക്സസ് ചെയ്തിട്ടുണ്ട്, എത്ര മണിക്കൂർ യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ കോള്, നിങ്ങളുടെ SMS, നിങ്ങളുടെ മെസ്സേജ്, അങ്ങനെ എല്ലാം ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ്, എല്ലാ പെർമിഷൻസും ഏതൊക്കെ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഇവിടെ എത്ര മണിക്കൂർ യൂസ് ചെയ്തതെന്നൊക്കെ കറക്റ്റ് ഇവിടെ കാണാൻ പറ്റും. സോ കുറച്ചും കൂടി സേഫ്റ്റി ഫീച്ചേഴ്സ് ആട്ടോ. കുറച്ചുകൂടി നമ്മുടെ പ്രൈവസിയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫീച്ചേഴ്സാണ്. സോ ഏതെങ്കിലും ആപ്ലിക്കേഷൻ അൺവാണ്ടഡ് ആയിട്ട് നമ്മുടെ മൈക്രോഫോണോ ക്യാമറ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഫീച്ചർ നമ്പർ 12 എന്ന് പറയുന്നത് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. മേജറായിട്ട് നല്ല രീതിക്ക് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് MIUI 13 അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. സോ വളരെയധികം ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആയിരുന്നു ഇത്. കാരണം ഒരുപാടധികം പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിക്ക് ലാഗ് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ ഒരുപാടധികം കുറഞ്ഞു വന്നിട്ടുണ്ട്. സോ പേഴ്സണലി ഒരുപാടധികം എനിക്കിഷ്ടമായി ഒരു അപ്ഡേറ്റ്. കാരണം നല്ല രീതിക്ക് ഞാൻ എടുത്തു പറയുകയാണ്, നല്ല രീതിക്ക് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെർഫോമൻസ് മോഡ് ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് മേജറായിട്ടുള്ളൊരു പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്. ഫീച്ചർ നമ്പർ 13 മോർ വിഡ്ജറ്റ് ആൻഡ് വാൾപേപ്പേഴ്സ്. ഓക്കെ, നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൽ ഒരുപാട് വിഡ്ജറ്റ് ഏറെ വന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് സെറ്റിങ്സിൽ കയറുകയാണെങ്കിൽ
ഒരുപാട് വിഡ്ജറ്റും അതേപോലെ തന്നെ ഒരുപാട് വാൾപേപ്പേഴ്സും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ. വിഡ്ജറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പേഴ്സണലി എനിക്ക് ഇഷ്ടമായി. കുറച്ചും കൂടിയൊക്കെ ഞാൻ ഓൾറെഡി കുറച്ച് വിഡ്ജറ്റ് യൂസ് ചെയ്യാൻ ഉണ്ടായിരുന്നു. സോ അതല്ലാതെ തന്നെ സെറ്റിങ്സിലെ കുറച്ച് ഫീച്ചേഴ്സ് കുറച്ചും കൂടി വിഡ്ജറ്റ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഒരുപാടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് എന്താ പറയുക വിഡ്ജറ്റൊക്കെ എക്സ്ട്രാ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല, എന്തായാലും പറ്റുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ ഫീച്ചേഴ്സ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ഓക്കെ MIUI 30 വന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മേജറായിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ബാറ്ററി ഡൈനിങ് ആയിരുന്നു. സോ അപ്ഡേറ്റ് ചെയ്ത ആ ഒരു 1 or 2 വീക്കൊക്കെ നല്ല രീതിക്ക് ബാറ്ററി ഡൈൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെത് ഞാൻ 120 ഹെർട്സിലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരെ 60 ഹെർട്സിലേക്ക് കൺവേർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ വലിയൊരു പ്രശ്നമില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി MIUI 12.5 വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ബാറ്ററി പോകുന്നുണ്ട്. പക്ഷേ അതൊരു വലിയൊരു പ്രശ്നമൊന്നുമില്ല, കാരണം നമുക്ക് നല്ല രീതിക്ക് മേജറി ആയിട്ട് പെർഫോമൻസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. സോ രണ്ടാമത്തേന്ന് പറയുന്നത് ഒരു ചെറിയ മൈനറായിട്ടുള്ള ബഗ്സാണ്. ഓക്കെ, വലിയൊരു പ്രശ്നമൊന്നുമില്ല, എന്നാലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. വലിയൊരു രീതിക്ക് കുഴപ്പമൊന്നുമില്ല കേസ്. ഓക്കെ, ചെറിയൊരു മിസ്റ്റേച്ചിങ് കാര്യങ്ങൾ അങ്ങനത്തെ മൈനറായിട്ടുള്ള ബഗ്സ് മാത്രമേ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളൂ. വേറെ വലിയ ബഗ്സൊന്നും ഇതുവരെ ഞാൻ MIUI 30 നോട്ടീസ് ചെയ്തിട്ടില്ല. സോ 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആയിരുന്നു MIയുടെ കേട്ടോ. സാധാരണ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ MI ഡിവൈസിൽ ഒരുപാട് ബഗ്സ് വരാറുണ്ട്. സോ ഈ ഒരു അപ്ഡേറ്റിൽ ഞാൻ ഭയങ്കര അധികം സാറ്റിസ്ഫൈഡ് ആയതുണ്ട്. സോ ഇത്രേ ഉള്ളൂ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. സോ യെസ്, അപ്പോൾ ഇത്രയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. ഇതിൽ പുതിയ ഫീച്ചേഴ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ കംപ്ലയിൻസും, അതായത് ബാറ്ററി ഡൈനിങ് കുറച്ച് രീതിക്ക് വരുന്നുണ്ട്. വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ 120 ഹെർട്സിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. സോ ഞാൻ 120 ഹെർട്സിലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ 60 ഹെർട്സിലേക്ക് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ പെർഫോമൻസ് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേസ്. ഓക്കെ, നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ബാറ്ററി ഡ്രെയിൻ ഉണ്ടായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്യൂ ഫീൽ ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ബാറ്ററി ബാക്കപ്പിൻ്റെ വലിയൊരു ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും. ഓക്കെ, കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. ഞാൻ എന്തായാലും പുതിയ ഫീച്ചേഴ്സൊക്കെ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായിട്ടോ. അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. സോ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.